മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി നിങ്ങൾക്കായി തയ്യാറാക്കുന്ന പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് പ്രേക്ഷകരായ നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു ദിവസം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ചേർന്നതാണ്, രാവും പകലും. പകൽ മാത്രമായാൽ ദിവസമാവില്ല, രാത്രി ഒപ്പമുണ്ടാകണം. രാത്രി മാത്രം പോരാ, അത് പകലിലേക്ക് നയിക്കണം. ഈ രണ്ടും ചേരുന്നതാണ് ഒരു ദിവസം എന്ന് പറയുക. ഒന്നിൻ്റെ പൂർണ്ണതയോ ഒന്നിനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതോ ആണ് എന്നൊക്കെ ഒന്ന് പറയാൻ പറ്റും. അങ്ങനെയെങ്കിലും നമ്മൾ ഈ ദിവസം ആരംഭിക്കുമ്പോൾ പകലിനെ കേന്ദ്രീകരിച്ചാൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ പ്രവർത്തിക്കുക, നമ്മളായിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ദിവസത്തെ മുഴുവനും അധ്വാനത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, പ്രതിസന്ധികളുടെ, പ്രശ്നങ്ങളുടെ ഒക്കെ വേദികളിലേക്ക് നമ്മൾ നടന്ന് പോകുമ്പോൾ ഈ ദിവസത്തിൽ നമുക്ക് ആവശ്യമുള്ള ദൈവസഹായവും കൃപയും ശക്തിയും അതുപോലെ തന്നെ മനസ്സിന് വെളിച്ചവുമൊക്കെ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് ഈ ദിവസത്തെ കർത്താവിന് സമർപ്പിച്ച് എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും പരിശുദ്ധാത്മാവിന് നിറവും തരണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പ്രഭാതങ്ങൾ നമുക്ക് ആവശ്യമാണ്. കാരണം ഒരു ദിവസത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാകണം. ഓരോ ദിവസവും നമ്മളെ നയിക്കുന്നതും നമുക്ക് ആവശ്യമുള്ള പ്രചോദനങ്ങൾ നൽകുന്നതും പരിശുദ്ധാത്മ കൃപകളാകണം. സ്പിരിറ്റ് ഫിൽഡ് ഡേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദിവസം. അതുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് നമുക്ക് കണ്ണുകളൊക്കെ അടച്ച് ആ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് നിൽക്കാം. ദൈവമേ, ഈ പ്രഭാതത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈ പ്രഭാതത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഈ ദിവസത്തെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈ ദിവസം മുഴുവനും കൃപ നിറഞ്ഞതാവാൻ, നന്മ മാത്രം ചെയ്യുന്നവരാകാൻ, ഒരു തിന്മയും ഒരു പാപവും ചെയ്യാതിരിക്കുവാൻ, ദൈവം നൽകുന്ന ആഹ്വാനങ്ങളെ, വിളികളെയൊക്കെ പൂർണ്ണ ഹൃദയത്തോടെ, സമർപ്പണ ബോധത്തോടെ സ്വീകരിക്കുവാൻ, ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ ഞങ്ങൾക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങളും കൃപകളും സമൃദ്ധമായിട്ട് നൽകണമേ എന്ന് ത്രിത്വൈക ദൈവമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മേ, അമ്മയുടെ സംരക്ഷണത്തിലുള്ള ഈ ശുശ്രൂഷയെ പ്രത്യേകമായി അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകമായി ഞങ്ങളുടെ ധ്യാന സെൻറ്ററുകളെ, ധ്യാന മേഖല ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മേഖലയിലുള്ള സഹോദരങ്ങളെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അമ്മേ കർത്താവിന് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരെ, ഈ മണിക്കൂർ കൃപ നിറഞ്ഞതാകാൻ വേണ്ടി കൃപയുടെ നിറവുള്ള അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമ്മളിത് നമ്മുടെ ചിന്തയുടെ ധ്യാനത്തിൻ്റെ വിഷയമായിട്ട് എടുക്കുന്നത് ഒരു വചനഭാഗമാണ്. അതിനകത്ത് സക്കവുസ് എന്നു പേര് ഉള്ള ഒരു വ്യക്തിയുണ്ട്. ഞാൻ ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ നിന്ന് അത് നമ്മുടെ പരിഗണനയ്ക്ക് വേണ്ടി
നമുക്കത് വായിക്കാം കുറേ ഭാഗം. അവൻ 12 പേരെയും അടുത്ത് വിളിച്ചു പറഞ്ഞു, നമ്മൾ ജെറീക്കോയിലേക്ക് പോവുകയാണ്. അവിടെ സക്കേവൂസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഈ യാത്രാ സംഘത്തെ സ്വീകരിച്ചു. യേശു എന്ന് പറയുന്ന വ്യക്തിയെ കാണാനുള്ള അമിതമായ ആഗ്രഹം അത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല ഈശോയെ. അതുകൊണ്ട് തീവ്രമായി അഭിലഷിച്ചു ഈശോയെ കാണാനും വേണ്ടിയിട്ട്. അങ്ങനെ കാണാൻ നോക്കിയപ്പോൾ ഒരുപാട് ജനങ്ങൾ ചുറ്റും കൂടുന്നതുകൊണ്ട് അടുത്ത് ചെല്ലാൻ സാധിക്കുന്നില്ല. പോരാഞ്ഞിട്ട് പൊക്കം കുറവായതിനാൽ ഈശോയെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് മുമ്പേ ഓടി ഒരു മരത്തിൽ കയറിയിരുന്നു. ഈ മനുഷ്യൻ പൊക്കം കുറഞ്ഞ സമാനം തടിയൊക്കെയുള്ള ഈ മനുഷ്യൻ ഒരു മരത്തെ വലിഞ്ഞു കയറിയിരിക്കുകയാണ് യേശുവെ കാണാനുള്ള ആഗ്രഹം കൊണ്ട്. അങ്ങനെ പോയപ്പോൾ കർത്താവ് മുകളിലേക്ക് നോക്കിയപ്പം ഇരിക്കുന്നു ഒരാൾ മരത്തിൻ്റെ കൊമ്പത്ത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വിളിച്ച് താഴെ ഇറക്കി അദ്ദേഹത്തോടൊപ്പം ആ വീട്ടിൽ ചെന്ന് ആ വീടിനെ രക്ഷയുടെ സ്ഥലമായിട്ട് അനുഗ്രഹിക്കുന്ന നമ്മുടെ വചനഭാഗത്ത് കാണുക. നമുക്ക് അറിയാവുന്ന കഥയായതുകൊണ്ട് അത് കൂടുതൽ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ആ കഥ നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്താൽ മതി. അപ്പോൾ ബൈബിളിൽ ഇങ്ങനെ കുറേ വ്യക്തികളൊക്കെ ഉണ്ട്. ചിലരൊക്കെ നല്ല കോമഡി ഉള്ളവരാ. ഈ സക്കേവൂസ് അങ്ങനെ ഒരു കോമഡിക്കാരനായിട്ട് നമുക്ക് തോന്നി നോക്കിയിരിക്കും മരത്തെ കയറുന്ന സക്കേവൂസിനെ കുറിച്ച് മുമ്പ് ചിന്തിക്കുമ്പോൾ. അതുപോലെ തന്നെ കുറേ ആളുകളുണ്ട് ബൈബിളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ. പത്രോസ് ഒരു കഥാപാത്രമാണ്. 12 അപ്പസ്തലന്മാരും ഓരോരുത്തരും ഓരോ കഥാപാത്രങ്ങളാണ്. പിന്നെ നമ്മൾ കാണാം അവസാനം ശാവൂൾ എന്ന് പറയുന്ന ഒരാളെ ആക്സിഡൻറ്റിൽ പെടുത്തിയിട്ട് കുതിരപ്പുറം താഴെ വീഴിച്ചിട്ട്, ആക്സിഡൻറ്റാണ് സത്യത്തിൽ, വീണ് കയ്യും കാലുമൊക്കെ ഒരഞ്ഞ് ആകപ്പാടെ അവിടെ കിടക്കുമ്പോൾ ആ കിടപ്പിൽ നിന്ന് ഒരു എഴുന്നേറ്റ് വരുന്നത് ഒരു പുതിയ അപ്പസ്തോലനാണ്. അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ പലരുടെയും ജീവിതങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ സക്കേവൂസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ശിഷ്യനല്ല, ഒരു അനുഭാവിയുമല്ല, മറിച്ച് വെറും കാഴ്ചക്കാരൻ മാത്രമാണ് എന്ന് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റും. 1 കൊരിന്ത്യർ 15 നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 8ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയും, അവസാനം അകാല പ്രജയ്ക്ക് എന്നവണ്ണം എനിക്കും പ്രത്യക്ഷനായി എന്ന് പറയുന്നത് പോലെ. ഇവിടെ സക്കേവൂസിനെ കർത്താവ് പിടികൂടുകയാണ്. അതൊരു പ്രത്യേക സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണെന്ന് നമുക്കറിയാം. ദൈവം എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരിക? തമ്പുരാൻ കടന്നു വരുന്ന വഴികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഒരു പ്രതിസന്ധിയിലൂടെ ആകണം. പല പ്രതിസന്ധികളും ദൈവത്തെ കണ്ടുമുട്ടാനുള്ള പ്രതിസന്ധികളാണ്. അതിന് ദൈവം വഴി ഒരുക്കാൻ നമ്മൾ വഴിപ്പെടാത്തത് കൊണ്ടാണ് അത് സംഭവിക്കാത്തത് എന്ന് ഓർത്താൽ മതി. പല പ്രതിസന്ധികളിലും സഹനങ്ങളിലും വിഷമങ്ങളിലുമൊക്കെ ദൈവം കടന്നു വരുന്നുണ്ട്. ദൈവത്തിൻ്റെ വഴികളുമുണ്ട്. ഇവിടെ സക്കേവൂസ് അങ്ങനെയാണ് യേശുവിനെ കണ്ടുമുട്ടുക മാത്രമല്ല, ഒരു 6-7 കാര്യങ്ങൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. യേശുവിനെ കാണാൻ തീവ്രമായി അഭിലഷിച്ചു, ആഗ്രഹിച്ചു. യേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണേണം. നമ്മൾ പാടുന്ന പാട്ടുകളിലൊന്നതാണ്. ഒരുപക്ഷെ സക്കേവൂസിൻ്റെ ഈ ആഗ്രഹത്തെ ആയിരിക്കാം ഈ പാട്ടിലൂടെ പാട്ട് സൃഷ്ടിച്ച വ്യക്തി മനസ്സിൽ കണ്ടത്. ഏതെങ്കിലും ആകട്ടെ, കർത്താവിനെ ഒന്ന് കാണണം എന്നുള്ള തീവ്രമായ ആഗ്രഹം. നമുക്കങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരു വീട്ടിൽ വെച്ച് തിരുഹൃദയം നോക്കിയിട്ട് ഇത് ഈശോയാണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. നമുക്ക് വലിയ ബോധ്യമൊന്നും ഇല്ലെങ്കിൽ പോലും മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. പള്ളിയിൽ പോയാലും നമുക്ക് ഈശോയെ കാണണമെന്നില്ല. പള്ളിയിൽ പോയാലും വേറെ പല ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അങ്ങനെയുള്ളവരും ഉണ്ടാകാം. പക്ഷേ തമ്പുരാനെ പ്രതിയാണോ നമ്മൾ, ഈശോയെ പ്രതിയാണോ നമ്മൾ, ഈശോയെ കാണാൻ അനുഭവിക്കുവാനുമാണോ നമ്മുടെ പള്ളിയിൽ പോക്കുകളെയൊക്കെ ഉപകരിപ്പിക്കുക? ഒരു വലിയ ചോദ്യമാണ്. അങ്ങനെ വരുമ്പം കണ്ടിരിക്കുക, ഒരിക്കൽ പോയി കൊണ്ട് മതിയാകുന്നില്ല, വീണ്ടും കാണണം. അതൊരു അനുഭവമാണ്. യേശുവിനെ കാണുന്നത് ഒരു അനുഭവമാണ്. ഈ അനുഭവമാകാത്ത ആചരണങ്ങൾ പലപ്പോഴും നമുക്ക് വലിയ ഗുണമൊന്നും ചെയ്യുമൊന്നുമില്ല. പിന്നെ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ചാണ്. അവൻ മറിഞ്ഞിരിക്കുന്നവനാണെന്ന് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45:15 നമ്മൾ വായിക്കും. ഇസ്രായേലിൻ്റെ ദൈവം മറിഞ്ഞിരിക്കുന്നവനാണ്. അവനെ തേടണം, കണ്ടെത്തണം. നമ്മൾ ഒരു പുസ്തകമുണ്ട് നമുക്ക് ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ചൊക്കെ പറയുന്ന, കണിച്ചായത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. യേശുനാമം എന്നാണ് അതിൻ്റെ പേര്. അതിനകത്ത് 4 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് സാലോക്യം എന്ന് പറയും.
2 സാമീപ്യം എന്ന് പറയും, 3 സാരൂപ്യം എന്ന് പറയും, 4 സായുജ്യം. എല്ലാം ചേർത്താണ്. പക്ഷെ തമ്പുരാൻ്റെ ലോകത്തിലേക്ക് കടന്നു പോകുക, കർത്താവിൻ്റെ ലോകത്തെത്തുക, എന്നിട്ട് കർത്താവിനെ കണ്ടിരിക്കുക. അതിനുശേഷം ഞാൻ പിന്നെ സാമീപ്യം. ആ സാമീപ്യത്തിൻ്റെ ഒരു സുഖമുണ്ട്, അടുത്തിരിക്കുന്നതിൻ്റെ ഒരു സുഖം. കർത്താവ് നമ്മോട് അടുത്തിരിക്കുന്നവനാണ്, അതുപോലെ അവൻ്റെ മുമ്പിലായിരിക്കുക, അതിനുമുണ്ട് ഒരു ആനന്ദം, ഒരു സുഖമെന്നൊക്കെ പറയുക. അതുപോലെ തന്നെ അവനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, പരിവർത്തനം ചെയ്യപ്പെടുക, സാരൂപ്യമാണ്. എന്നെ കാണുന്നവനൊക്കെ കർത്താവിനെ കാണുമെന്ന് പറയുന്ന ഒരാശയമില്ലേ? അത് വലിയൊരു ആശയമാണ്. കർത്താവിനെ കാണുന്നുവോ? ചില ആളുകളുടെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു ദൈവത്തെ കാണുന്നൊരു അനുഭവം ഉണ്ടാകും, അല്ല ദൈവത്തിൻ്റെ സാമീപ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങ് ആസാമിൽ അവിടെ ആയിരുന്ന സമയത്ത് മദർ തെരേസ ഒരിക്കൽ വന്നു. ഞാൻ കുർബാന ചെല്ലുന്ന ഗവൺമെൻറ്റിൽ മദർ തെരേസയുടെ ഗവൺമെൻറ് ആയിരുന്നു. അവിടെ മദർ തെരേസ വന്നപ്പോൾ ഞാൻ അവിടെ എല്ലാവരുടെയും കൂടെ നേരെ ചേർന്നിട്ടുണ്ട് കാണാൻ വേണ്ടി. എൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ കടന്നു വന്നപ്പം അവിടുത്തെ മദർ പറഞ്ഞു, ദിസ് ഫാദർ ഈസ് സേയിങ് മാസ് ഫോർ എസ് മദർ, ദിസ് ഫാദർ ഈസ് സേയിങ് മാസ് ഫോർ എസ് എവറി ഡേ. അപ്പോൾ എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് എന്നോട് താങ്ക് യു ഫാദർ, താങ്ക് യു വെരി മച്ച് എന്നൊക്കെ പറഞ്ഞപ്പോഴും അതൊരു ദൈവാനുഭവം പോലെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിട്ടും. ഒരുപക്ഷെ ഒരു 40 അത്രയും വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ പോലും ഒരു ദൈവ മുഖം നമുക്ക് മദർ തെരേസയെ കാണാൻ പറ്റും. അതാ വിശുദ്ധിയുടെ നിറകുടമായി നിൽക്കുന്ന വ്യക്തികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ആനുകൂല്യമാണ്. നമുക്കെന്തുമാത്രം ദൈവത്തെ കണ്ടെത്തിയ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതാ നമ്മൾക്ക് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. ദൈവത്തെ കണ്ടു, ദൈവത്തെ കാണാൻ വേണ്ടി കാത്തു നടന്ന അവസാനം കണ്ടുമുട്ടിയ അനുഭവങ്ങൾ, അത് തലമുറയിൽ നിന്ന് തലമുറകളിലേക്ക് നമ്മൾ കൊടുക്കണം. അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകരണം. ഈ വേദപാഠം പഠിപ്പിക്കുന്നവർക്ക് നിർവചനം അതാ. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ദൈവ അനുഭവം പകരുന്നതാണ് ധ്യാനപ്രസംഗവും അതുപോലെ വേദപാഠം പഠിപ്പിക്കലും മാതാപിതാക്കന്മാരുടെ ഉപദേശവും ശാസനയും ഒക്കെ. അപ്പോൾ അങ്ങനെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് മനുഷ്യൻ്റെ ഒരു ഏതാനും കാര്യങ്ങൾ നമുക്കിവിടെ ഇങ്ങനെ ഓർക്കാൻ പറ്റും. അപ്പോൾ ഈ 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യം, ഒന്ന്, വലിയ ആഗ്രഹമുണ്ടാവുക എന്നുള്ളതാണ്. അതുണ്ടായിരുന്നു സക്കവൂസിന്. ആ ആഗ്രഹം കർത്താവ് അറിഞ്ഞ് അത് പൂർത്തിയാക്കി കൊടുത്തു. 2-ാമത്തെ കാര്യം, തമ്പുരാന് വേണ്ടി നാണക്കേട് സഹിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ്. എൻ്റെ പിന്നാലെ വരുന്നവൻ സ്വയം ത്യജിച്ച് കുരിശുമെടുക്കണം. കുരിശ് അന്നത്തേക്കാൾ വലിയ നാണംകേടിൻ്റെ ഒരു കാര്യമാണ്. സഹനത്തെ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും ത്യാഗവും സഹനവും ദൈവത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവന് മാത്രമേ ദൈവത്തെ പങ്കുവയ്ക്കാനോ പകരാനോ ആവൂ. അപ്പോൾ ഇവിടെ കർത്താവിന് വേണ്ടി, കർത്താവിനെ കാണാൻ വേണ്ടി, ആ ആഗ്രഹസിദ്ധിക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുന്ന, മരത്തിൽ കയറിയിരിക്കുന്ന, എല്ലാവരുടെയും മുമ്പിൽ പരിഹാസിതനായിത്തീരുന്ന സക്കവൂസിനെ നമ്മൾ കാണും. കർത്താവിന് വേണ്ടി ത്യാഗം സഹിക്കാൻ പറ്റുന്നുണ്ടോ? ആരും അറിയാതെയാണെങ്കിലും ഓരോ കാര്യങ്ങൾ വരുമ്പം അത് ത്യാഗമായിട്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ പറ്റുന്നുവോ? അത് ഒരു 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, കർത്താവിനെ നമുക്ക് ക്ഷണിക്കാൻ പറ്റുമോ നമ്മുടെ ഭവനങ്ങളിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിലേക്കൊക്കെ? സക്കവൂസ് ക്ഷണിച്ചു ഒന്നുമില്ല, മനസ്സറിഞ്ഞു. സക്കവൂസിൻ്റെ മനസ്സറിഞ്ഞ കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരികയാണെന്ന്. ഒരുപക്ഷെ നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ ഉള്ളിൽ ഇത് ഒരു വലിയ ഭീതിയായിരിക്കും തോന്നിയത്, ഒരു ഇടിവാൾ വെട്ടിയതുപോലെ. കാരണം അവന് വീട്ടിലേക്ക് വരിക എന്നാണ് പറഞ്ഞത്. ഉണ്ട് കൂടെ കുറേ ആളുകൾ, ഇവരെല്ലാവരും തിരിച്ചു പോകുമോ? യേശുവിന് വേണ്ടി വേണേൽ വീടൊരുക്കാം, പക്ഷേ അവിടെ വന്നു കഴിഞ്ഞാൽ അവൻ എൻ്റെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. അങ്ങനെയല്ലേ? നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് താമസിക്കാൻ വന്നു കഴിഞ്ഞാൽ വരുമ്പോഴത്തേനും നമ്മൾ ഓട്ടം തുടങ്ങും, എല്ലാം ഒന്ന് ക്രമീകരിച്ച് വെക്കാൻ. പിന്നെ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വരുന്ന ആൾ നമ്മുടെ വീടിൻ്റെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കുകയല്ലേ? അതുകൊണ്ട് പലതും നമ്മൾ മൂടി വയ്ക്കും, പലതും അടച്ചിടും, പലതും തുറക്കാതിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അനാവശ്യമായി മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു വാങ്ങിയ പണം കൊണ്ടുണ്ടാക്കിയ വീടിൻ്റെ ഫർണിച്ചറുകളോ അല്ലെ അതുപോലെ സൗകര്യങ്ങളോ ഒക്കെ വേറെ ആർക്കില്ലാത്തത് ഇദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം കർത്താവ് കാണില്ലേ? എടാ സക്കവൂസേ, നീ ഇതൊക്കെ ഉണ്ടാക്കിയത് അന്യായമായി പിടിച്ചു പറിച്ചുണ്ടാക്കി, അല്ലെങ്കിൽ 5 രൂപ വാങ്ങേണ്ടവനോട് 10 രൂപ വാങ്ങിച്ചുണ്ടാക്കിയ പണം കൊണ്ടല്ലേ എന്ന് തൻ്റെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കും. കർത്താവ് അറിയട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ. സങ്കീർത്തനം 25:7, എൻ്റെ രഹസ്യപാപങ്ങൾ എണ്ണരുതേ എന്ന് പറയും ദാവീദിനെ നമ്മൾ കാണും. നമ്മുടെ രഹസ്യങ്ങളൊക്കെ കർത്താവിനോടെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കും. നമ്മുടെ വീഴ്ചകളാകാം, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാകാം, മറ്റുള്ളവർ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാകാം, എല്ലാം കർത്താവിൻ്റെ കണ്ണിൽ അതെല്ലാം നമുക്ക് തുറന്നു വയ്ക്കാനാവട്ടെ. 3-ാമത്തെ കാര്യമെന്ന് പറയുന്നത് സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നുള്ളതാണ്.
കർത്താവിനെ സ്വീകരിക്കുന്ന സന്തോഷത്തോടെയാണ്. അല്ലാതെ പേടിയോടും വിറയലോടും അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങൾ അറിയുമല്ലോ എന്നുള്ള ഒരു ഭയത്തോടെയൊന്നുമല്ല. സന്തോഷത്തോടെ ഈശോയെ ജീവിതം കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സന്തോഷത്തോടെ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നവരുണ്ട്. നാലാമതായിട്ട് നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നത് സന്തോഷത്തോടെയാണ്. ഒരു വിശുദ്ധ കുർബാന സ്വീകരണം നമുക്ക് എന്തുമാത്രം സന്തോഷം പ്രദാനം ചെയ്യുന്നുണ്ട്, അതൊരു ആനന്ദമായി മാറ്റാൻ നമ്മളെ കൊണ്ടാവുന്നുണ്ടോ എന്ന് ഈ കഥയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾ ഒരു സ്വയാവബോധത്തിൻ്റെ മേഖല കണ്ടെത്തണം. കർത്താവ് വന്നു കഴിയുമ്പോഴാണ് നമ്മളെക്കുറിച്ച് തന്നെ അറിവുള്ളവരാവുക. പത്രോസും കൂട്ടരും മീൻ പിടിക്കാൻ പോയപ്പോൾ പത്രോസ് കർത്താവിനെ കണ്ടെത്തിയപ്പോൾ എന്താ, ഒരു സ്വയാവബോധത്തിൻ്റെ, താൻ പാപിയാണേ എന്ന് വിളിച്ചു പറഞ്ഞില്ല, അതുകൊണ്ട് അകന്നു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ സക്കേവൂസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന കുറേ അനുഭവങ്ങൾ ഇങ്ങനെയാണ്. അവസാനം പാപപരിഹാരത്തിന് ജീവിതത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നു. എൻ്റെ സമ്പത്തിന് ഞാൻ ആരെങ്കിലും പിടിച്ചു 4 ഇരട്ടി തിരികെ കൊടുത്തു കൊള്ളാമെന്ന് പറയുന്ന ആ പാപപരിഹാരത്തിൻ്റെ ഒരു സന്ദേശം അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഒടുവിൽ കർത്താവിൻ്റെ വാക്കുകളെ നമ്മൾ കേൾക്കുക, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. കർത്താവ് കടന്നു വന്ന് വേണം നമ്മുടെ കുടുംബങ്ങളെയൊക്കെ രക്ഷിക്കാൻ, പല പ്രതിസന്ധികളും നമ്മളെ വിമോചിപ്പിക്കാൻ. അതുകൊണ്ട് യേശു കടന്നു വരുന്ന അനുഭവങ്ങൾ എപ്പോഴും രക്ഷയുടെ അനുഭവങ്ങളാണ്. അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പലരും കർത്താവിലേക്ക് തിരിയാത്തതും കർത്താവിനെ ഈ സക്കേവൂസിനെ പോലെ തൻ്റെ വീടുകളിലേക്ക് അല്ലെങ്കിൽ ഭവനങ്ങളിലേക്ക്, അതുവരെ തൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യ തലങ്ങളിലേക്കൊക്കെ വിളിക്കാത്തത്. നമുക്ക് ഈ സക്കേവൂസിനെ പോലെ എന്നും രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭവനകാര്യങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരായി തീരാൻ കഴിയട്ടെ. അപ്പോൾ നമ്മുടെ കുടുംബ രക്ഷയുടെ അനുഭവങ്ങളിലേക്ക് വരും. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്കിത് ഈ ചിന്തകളെ നമുക്ക് സമാഹരിക്കുമ്പോൾ പ്രാർത്ഥനയായിട്ട് മാറ്റാം നമുക്കിതിനെ. ഈശോയെ, നിന്നെ കാണാനുള്ള ഒരു അനുഗ്രഹം, നിന്നെക്കുറിച്ച് കേൾക്കാൻ മാത്രമല്ല അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങൾ പിതാവിൻ്റെ നാമത്തിലും അങ്ങയുടെ നാമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നെ കാണാനുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അതുപോലെ തന്നെ നിനക്ക് വേണ്ടി ത്യാഗം സഹിക്കാനുള്ള ഒരു ശക്തി, അതൊരു കൃപയായിട്ട് കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. വീണ്ടും ഞങ്ങളുടെ ഭവനങ്ങളിലേക്കൊക്കെ ഈശോയെ കടന്നു വരണം. എന്നും നമുക്ക് നമ്മുടെ ഭവനങ്ങളെയൊക്കെ കർത്താവിന് സമർപ്പിച്ച് ഈശോയെ നീ ഞങ്ങളുടെ വീടുകളിലേക്ക്, ഭവനങ്ങളിലേക്ക്, അവിടെയുള്ള ഓരോ വ്യക്തിയിലേക്കും കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കണം. സന്തോഷത്തോടു കൂടി അങ്ങയെ സ്വീകരിക്കുന്ന നല്ല അനുഭവങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങളെ എന്നും വളർത്തണമേ എന്ന് ഈ സമയം ഞങ്ങൾ അങ്ങയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളുടെ കുറവുകളെയൊക്കെ കാണിച്ചു തരാനായിട്ട് ഈശോയെ നീ കടന്നു വരണമേ. സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നതുപോലെ ഞങ്ങളുടെ ഭവനത്തിലേക്കും കടന്നു വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് രക്ഷയുടെ അനുഭവം തരാൻ ഈശോയെ കടന്നു വരണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലെ എല്ലാവരെയും, കുടുംബം മുഴുവൻ രക്ഷയുടെ അനുഭവത്തിൽ വളരാൻ നിൻ്റെ സാന്നിധ്യം ഞങ്ങൾ ചോദിക്കുന്നു. ഈശോയെ വരണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രത്യേകമായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുന്നു. നമുക്കങ്ങനെ മനസ്സിൽ കർത്താവിനെ പ്രാർത്ഥിച്ച് നിൽക്കാം. അപ്പോൾ അവൻ കടന്നു വരും. അവൻ വിളിക്കുന്നിടത്തൊക്കെ കടന്നു ചെല്ലുന്നവനാണെന്ന് നമുക്കറിയാം. വിളിക്കാതെയും കടന്നു ചെല്ലില്ലേ ഈശോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരാൻ, സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരാൻ ഇടയാക്കണമേ, മനസ്സാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടായിരുന്നിരിക്കണമെന്ന് നമുക്കങ്ങ് വിചാരിക്കാം. അമ്മ കൂടെ വരട്ടെ. ഭവനങ്ങളിലൊക്കെ അമ്മയും പോകുമായിരുന്നില്ലേ? അതില്ലേ കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മയുണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ധ്വനി. അമ്മയെ നമുക്ക് വിളിക്കാം. എന്നിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക്, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയെ നമുക്ക് അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത് മരിയൻ കൂടാരങ്ങളിൽ വസിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചും ഈ ശുശ്രൂഷയ്ക്ക് കൂടുതലായി കൃപ ലഭിക്കാൻ അമ്മയുടെ സഹായം നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സകല വിശുദ്ധരെയും, നമ്മുടെ പേരിൻ്റെ കാരണബോധരായ വിശുദ്ധരെയും, നമ്മുടെ ഇടവക മധ്യസ്ഥനായ പുണ്യവാനെയും, തമ്പുരാന് വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള എല്ലാ സമർപ്പിതരെയും നമുക്ക് ഈ സമയം ഓർത്ത് അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിലുള്ള എല്ലാ യാതനകളെയും പ്രാർത്ഥനകളെയും, നമ്മുടെ നല്ല നിയോഗങ്ങളെല്ലാം സകല വിശുദ്ധരുടെയും നമ്മൾ ഓർത്ത ആരുടെ മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിച്ചോ അവരുടെ എല്ലാം മധ്യസ്ഥതയിലൂടെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു നിൽക്കാം.
ദിവ്യകാരുണ്യനാഥനേ, ദിവ്യസ്നേഹസ്വരൂപനേ, ദിവ്യാത്മാവിൻ ചൈതന്യമേ, ദിവ്യസ്നേഹം നീ നിറയ്ക്കണേ. ദിവ്യകാരുണ്യനാഥനേ, സ്നേഹമൂർത്തേ കരുണാവാരിതേ, സ്നേഹമൂർത്തേ കരുണാവാരിതേ, സ്നേഹമൂർത്തേ കരുണാവാരിതേ, തവ മുഖമടിയനു ശരണം. ദിവ്യകാരുണ്യമേ, തവ മുഖമടിയനു ശരണം. ദിവ്യകാരുണ്യമേ, ക്ഷമാരൂപനേ കരുണാവാരിതേ, ക്ഷമാരൂപനേ കരുണാവാരിതേ, ക്ഷമാരൂപനേ കരുണാവാരിതേ, തവ പദമടിയനു ശരണം. ദിവ്യകാരുണ്യമേ, തവ പദമടിയനു ശരണം. ദിവ്യകാരുണ്യമേ, എന്നുമെന്നും മർത്യരോടൊപ്പമാകാൻ, എന്നുമെന്നും മർത്യരോടൊപ്പമാകാൻ, എന്നുമെന്നും മർത്യരോടൊപ്പമാകാൻ, ദിവ്യകാരുണ്യമായി വസിച്ചവനെ, എന്നും ദിവ്യകാരുണ്യമായി വസിച്ചവനെ, ഉള്ളിൽ വസിപ്പവനേ. ദിവ്യകാരുണ്യനാഥനേ, ദിവ്യസ്നേഹസ്വരൂപനേ, ദിവ്യാത്മാവിൻ ചൈതന്യമേ, ദിവ്യസ്നേഹം നീ നിറയ്ക്കണേ. ദിവ്യകാരുണ്യനാഥനേ. സാർവത്രിക സഭയോട് ചേർന്ന് നമുക്ക് അനുഗ്രഹത്തിനും ആശീർവാദത്തിനും പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാർപ്പാപ്പായെയും മെത്രാൻ സംഘത്തെയും വൈദിക ഗണത്തെയും സന്യസ്തരെയും എല്ലാം നമുക്ക് ഓർത്തുകൊണ്ട്, പ്രത്യേകിച്ച് ആത്മായ പ്രേക്ഷിതരെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹത്തിൻ്റെ കരം നമ്മുടെ മേൽ നീട്ടണമേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കാം. കർത്താവായ തമ്പുരാൻ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസമായിരിക്കട്ടെ. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരിക്കട്ടെ ഈ ദിനം എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു.